ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം കേട്ടോണ്ട് നിൽക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, നീ യൂട്യൂബൊക്കെ നിർത്തിയോ, ഇപ്പം വീഡിയോസൊന്നും കാണാറേ ഇല്ലല്ലോ എന്നുള്ളതിട്ട്. രണ്ടാമത്തെ കാര്യമാണ്, നീ എന്തിനാ മോളെ ഇത്രയും നല്ല മുടി മുറിച്ചിട്ട് ഇത്രയും ഷോർട്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് ഇതിനേക്കാളും നല്ല മുടി ഉണ്ടായിരുന്നതായിരുന്നു, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കൊണ്ടുപോയി വെട്ടിയതാണ്. പിന്നെ അതിന് ശേഷം അതിനോട്ട് വളർന്നിട്ടേ ഇല്ല. പക്ഷേ ഇനി ഞാൻ അതിനോട് ട്രൈ ചെയ്യുന്നുണ്ട്. നന്നായി മുടി വളരാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് യൂട്യൂബിൻ്റെ കാര്യം വരുന്നതാണെങ്കിൽ, യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിൻ്റേതായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആവണം, ഒരു മൂഡൊക്കെ വരണം. ഇന്ന വ്ളോഗ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 2 മാസമായിട്ട് ഭയങ്കര ബ്രേക്ക് എടുത്ത പോലെയായിരുന്നു. എനിക്ക് ഒരു മൂഡ് ഒരു വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മൂഡിലൊന്നും അല്ലായിരുന്നു. എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളിൽ എന്തൊക്കെയൊക്കെയോ ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാലൊന്നും ശരിയാവില്ല, നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ വേറെ ആരാ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇന്നാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്കൊന്ന് ഇറങ്ങണത് കേട്ടോ. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ഇറങ്ങണത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് കാര്യങ്ങൾ തന്നെ ഇന്നേക്ക് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മോൾക്ക് പുറത്തോട്ട് പോകുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ബസ്സിൽ കയറുന്നതും കാർ കയറുന്നതൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അത് ഇന്ന് അവൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇവൾ ചാടിക്കയറി എൻ്റെ കൂടെ പോകുന്നത്. ഇല്ലെങ്കിൽ വരുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നേരെ പോയത് കണ്ണൂരിൽ സൂര്യ സിൽക്സിലോട്ടായിരുന്നു. സൂര്യ സിൽക്സിൽ ഇപ്പോൾ ഏകദേശം കണ്ണൂർക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പായിരിക്കും അല്ലേ. വളരെ പോപ്പുലറായിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് സൂര്യ സിൽക്സ് എന്ന് പറയണത് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളും വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി പോയതല്ല. എന്തിനാ പോയതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കൊരു 2 ചുരിദാർ, ടോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ചെന്നത്. എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് സെറ്റാവാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിൽ അത്യാവശ്യം അങ്ങനെ ഒന്നും വാങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അറിയാതെ വാങ്ങിപ്പോകും, അതാണ് അവസ്ഥ. എനിക്കൊന്നും വേണ്ട, അമ്മക്ക് മാത്രമേ വേണ്ടൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷോപ്പിലോട്ട് കയറിയത്. പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ചില നമ്മുടെ സാധനങ്ങൾ ഐറ്റംസൊക്കെ കാണുമ്പോൾ വിലക്കുറവ് വില കാണുമൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ട് നോക്കുമല്ലോ. നമ്മളെ നാട്ടിൽ അവിടെ കോയമ്പത്തൂരൊക്കെ ഇതിനേക്കാളും വില കൂടുതലാണ് എന്നൊക്കെ അറിയുമ്പോൾ ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് പോകാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീടിൻ്റെ അവസാനം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇത് ഞാൻ സൂര്യ സെയിൽസിൽ കണ്ടിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ നന്നായി പരതി എടുക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും. ഇല്ല എങ്കിൽ ചിലപ്പോൾ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചില പാൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്നിക്ക് ലൂസോ ടൈറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കേട്ടോ. പിന്നെ സൂര്യ സിൽക്സിലായിരുന്നു ഏച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 കൂടിയിട്ടായിരുന്നു ബാക്കിയുള്ള കറക്കം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് പിന്നെ ബില്ലടക്കേണ്ട അവരെ ഏച്ചിയൊക്കെ അമ്മയൊക്കെ ബില്ലടക്കാൻ പോയ സമയത്ത് ഇതാ പിള്ളേർ രണ്ടും ഇവർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഫോണിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇപ്പോൾ ഫോണിൽ അഡിക്റ്റാണ്. സത്യം പറഞ്ഞാൽ ഫോൺ കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ പിള്ളേർ അടങ്ങാതെ ഇരിക്കാൻ കൊടുത്തു പോകും. നമ്മൾ തന്നെ ശീലിപ്പിക്കുന്നതാണ് ഈ ശീലങ്ങളൊക്കെ. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നേരെ പോയത് കാർത്തിക ഹോട്ടലിലോട്ടാണ് കേട്ടോ. കണ്ണൂരുകാർക്കൊക്കെ അറിയായിരിക്കും, അത്യാവശ്യം നല്ല ഫേമസ് പേര് കേട്ടിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. നല്ല ചോറും കറിയൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏച്ചിയാണ് പറഞ്ഞത് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എപ്പോഴും അവിടെ തിരക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചില റീൽസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫുഡ് വ്ളോഗിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏച്ചിയും അമ്മയും ചോറാണ് വാങ്ങിയത്. ആമിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആമി ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഒരു ബിരിയാണി അവിടെ ഫുള്ള് കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ പാതി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബിരിയാണി വാങ്ങി, അവർ ചോറും വാങ്ങി. അവിടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മീനാണ് കേട്ടോ. പല വെറൈറ്റി മീൻസല്ല മീനുകൾ ഫ്രൈ ആയിട്ടും പൊള്ളിച്ചതും കരിച്ചതും പൊരിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് കല്ലുമ്മക്കായ് എന്ന് പറയുന്നത്. അത് കല്ലുമ്മക്കായിനെ കൊണ്ടുള്ള എന്ത് ഐറ്റാണെങ്കിലും ഞാൻ വെച്ചാൽ കല്ലുമ്മക്കായ് എന്ന് വെച്ചാൽ ഞാൻ മരിക്കും. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കല്ലുമ്മക്കായ് കൊണ്ടുവന്നിട്ടും എനിക്കൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഒരുപാടായിട്ട് കല്ലുമ്മക്കായ് അങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ അവർ അയല വറുത്തതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കല്ലുമ്മക്കായ് മാത്രമല്ല ഏച്ചി അമ്മയും അയല പൊരിച്ചതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി കിട്ടിയൊരു ഫാഷൻ മോഡൽ ഇതാ ഈ ടൈപ്പിലായിരുന്നു കേട്ടോ. ഒരു കലത്തിലാണ് ബിരിയാണി കൊണ്ട് തന്നത്. അത് സ്പൂണ് കിട്ടാത്തത് കൊണ്ട് അതിപ്പോൾ എങ്ങനെ വിളമ്പണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ആമിക്കുട്ടിയാണ് അത് ആദ്യം ഓപ്പൺ ചെയ്യാൻ നോക്കിയത്. സ്പൂണിന് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും സ്പൂൺ ഇല്ലെന്ന് തോന്നുന്നു. കൈ കൊണ്ട് നമ്മൾ വാരി ഇടേണ്ടി വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ
കുറേ നേരം ആമി ഇങ്ങനെ നോക്കി നിന്നു ഇതിപ്പോൾ എങ്ങനെ വിളമ്പും എന്ന് ആലോചിച്ചിട്ട്. അവസാനം ഞാൻ വിളമ്പി കൊടുത്തു ബിരിയാണി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗ്രീൻസിലോട്ടാണേ. ഗ്രീൻസിൽ അവിടെ നിന്നാണ് നമ്മൾ ആമിക്കുട്ടിക്ക് സ്കൂളിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയത്. ഇതൊക്കെ എന്താ നിനക്ക് അവിടെ പോയാലും നിൻ്റെ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാലും നിനക്ക് കിട്ടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേങ്കിൽ ഇവിടുന്ന് അമ്മയും അച്ചാച്ചനും ഒക്കെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ആമിക്കുട്ടിക്ക് പൈസ കൊടുത്തപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ അവരുടെ വകയൊക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അവരുടെ ഒരു സന്തോഷം. അവർ തന്നെ വാങ്ങിക്കൊടുക്കട്ടെ എന്ന് വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് അവരങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തായാലും കണ്ണൂർ പോന്നു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗ്രീൻസിലോട്ട് ചെന്നു. ആമിക്കുട്ടിക്ക് ഇപ്പോഴാണ് ഒരു ആവേശമായത്. കാരണം ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണല്ലോ അവൾക്ക് വേണ്ടുന്ന സാധനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അങ്ങനെ അവൾ വലിയ ട്രോളിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിൻ്റെയൊക്കെ വില കേട്ടപ്പോൾ ഇതൊക്കെ കുറച്ചധികം അല്ലേ എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. കാരണം ഈ വക സാധനത്തിനൊക്കെ അങ്ങ് വില കുറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. നമ്മളൊന്നും ചെറുതിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ബാക്കിയുള്ള പിള്ളേരൊക്കെ യൂസ് ചെയ്തെന്നൊക്കെ കണ്ട് നമ്മൾ കൊതിച്ചിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ മക്കളെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും കാണിച്ചിട്ടൊക്കെ ആഗ്രഹങ്ങൾ തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ചല്ല ഒരു 2 പെൻസിൽ ബോക്സ്, പിന്നെന്താ വാങ്ങിയത്, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, എറേസർ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് വാങ്ങി. പിന്നെ വാങ്ങിയത് അത്രക്കൊക്കെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഒരു 2 വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ്, പിന്നെ എറേസർ, പെൻസിൽ, പെന്ന്, കളർ പെൻസിൽ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. എൻ്റെ മോൾക്ക് പൊതുവേ ഈ ഡ്രസ്സിനോട് ഫുഡിനോട് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവൾക്ക് താല്പര്യം നല്ല വെറൈറ്റി പെൻസിൽസ്, വെറൈറ്റി ആയിട്ടുള്ള ഷാർപ്പനർ, പെൻസിൽ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഫാൻസി ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ടൈപ്പൊക്കെ, അങ്ങനെയുള്ള സാധനത്തിനോടാണ് അവൾക്ക് കുറച്ച് ഭ്രമം. അതിനോടാണ് അവർക്കൊരു ഇൻട്രസ്റ്റ് വാങ്ങിക്കാനും യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, പിന്നെ പൊതുവേ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് വീണ്ടും ഒരു പരിശോധന നടത്തി നോക്കാനൊക്കെയുള്ളൊരു ആവേശമായിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ആ ഒരു ആവേശം എനിക്കായാലും ഉണ്ട്, എൻ്റെ മോൾക്കായാലും ഉണ്ട്. അപ്പോൾ അവൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നിലത്ത് വിരിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ എന്തൊക്കെയാണ് വാങ്ങിയത് ഇപ്പം കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് ഐറ്റംസ് ആണ്. പെൻസിൽ ബോക്സ്, ലഞ്ച് ബോക്സ്. എന്തിനാ ഈ നോട്ട് ബുക്കൊക്കെ വാങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇവളുടെ സ്കൂളിൽ നിന്ന് നോട്ടും ബാഗും ഒക്കെ സ്കൂളിൽ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ എന്തിനാണ് ഇവൾ ഈ നോട്ട് ബുക്കൊക്കെ വാങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് പെൻസിൽ ബോക്സൊക്കെയാണ് വാങ്ങിയത്. പിന്നെ വാട്ടർ ബോട്ടിൽ 2 എനിക്ക് അത്യാവശ്യമായിരുന്നു. കാരണം എന്തിനാ 2 എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് 2 എടുക്കുമ്പോൾ എന്നോട് അമ്മ ചോദിച്ചത് ഇതിന് 2 വാട്ടർ ബോട്ടിൽ 1 പോരെ. ഇവൾ മിക്ക ദിവസങ്ങളിലും വാട്ടർ ബോട്ടിൽ സ്കൂളിൽ വെച്ചിട്ട് വരും. അപ്പോൾ പിറ്റേന്ന് രാവിലെ പിന്നെ വെള്ളം കൊടുത്തേക്കാൻ ബോട്ടിലുണ്ടാവില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു സ്റ്റെപ്പിന് പോലെ എന്നൊക്കെ പറയുന്ന പോലെ 2 ഞാൻ വാങ്ങിയത് കേട്ടോ. പിന്നെ ഒരു സ്നാക്സ് ബോക്സ്, പിന്നെ അല്ലറ ചില്ലറ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ, അതൊക്കെയായിരുന്നു ഇവളുടെ ഐറ്റംസ്. ഇനി അടുത്തത് എൻ്റെ വീടാണ്. ഞാൻ സൂര്യ 6 നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെയുള്ളതാണ് ഇപ്പം നിങ്ങൾ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പം ഇത് 2 കളറുണ്ട്. അതിലൊന്ന് എൻ്റെതും, ഒന്ന് എനിക്ക് വേണ്ടി വാങ്ങിയതും, ഒന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ റൂമിനകത്ത് ലൈറ്റിൻ്റെ വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ട് അത്രക്കുള്ള ഒരു ക്ലാരിറ്റി മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഉള്ള വെളിച്ചത്തിൽ ഞാൻ കാണിക്കാം. ഇത് എനിക്ക് വാങ്ങിയതല്ല, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. ഒരു കോളറായിട്ടുള്ളൊരു കുർത്തി, അജ്രക്കിൻ്റെ മോഡലൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി തുണിയായിരുന്നേ. അതുപോലെ ലൈനിങ്ങൊക്കെ വെച്ചിട്ടുള്ളൊരു ടോപ്പാണ് ഞാൻ ആദ്യം വാങ്ങിയത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടാണ് ഇതെടുത്തത്. കാരണം അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വാങ്ങിയത്, പിന്നെ ഇതുപോലെ പിന്നെ ഒരു ചുരിദാർ സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. 299 രൂപയ്ക്കാണ് ഈ ചുരിദാർ സെറ്റ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം 300 രൂപയ്ക്കൊക്കെ ഈ ഒരു ടൈപ്പ് ചുരിദാർ സെറ്റൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് ഷാൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഒരു നെറ്റ് ടൈപ്പ് ഷാലാണേ.
അതിനത്ര ലെങ്ത്ത് ഷാളിന് കുറച്ച് ലെങ്ത്ത് കുറവുള്ളൂ. ലെങ്ത്ത് അല്ല, എന്തോ ഒരു വല്ലാത്തൊരു ടൈപ്പ് ഷാളാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ആ ഷാൾ എനിക്കത്ര ഇഷ്ടമില്ല. അതല്ലാണ്ട് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ചുരിദാർ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ചുരിദാർ സെറ്റ് എടുക്കണം, അടുപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചുരിദാർ സെറ്റ് കൂടി അങ്ങോട്ട് വാങ്ങി. പിന്നെ എന്താണ് വാങ്ങിയത്, പിന്നെ ഇത് അമ്മക്ക് തന്നെയാണ് 2-3 ലെഗിൻസ്, ഒരു പാട്ടിയാല പാൻറ്റ്, 100 രൂപയ്ക്കുടെ സാധാരണ ലെഗിൻസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഇത് തുണി, ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് തുണി മുറിച്ച് വാങ്ങിയതാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ തുണി അങ്ങനെ മുറിച്ച് വാങ്ങിയതാണ്. പിന്നെ എന്താണ് 2 പില്ലോ കവർ, പിന്നെ ഒരു ബ്ലൗസ് പീസ്, ബ്ലാക്ക് കളർ ബ്ലൗസ്, എല്ലാ സാരിക്കും കൂടി മാച്ച് ആവുമല്ലോ, ആ ഒരു ടൈപ്പ് ബ്ലൗസ് പീസ്, അതൊക്കെയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയത്. എനിക്ക് വാങ്ങിയത് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കർട്ടനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കർട്ടൻ അങ്ങുള്ളതിനേക്കാൾ വിലക്കുറവ് ഇവിടെ സൂര്യയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇത് 2 വാങ്ങിയത്. 130 രൂപയ്ക്ക് 2 കർട്ടൻ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല കട്ടി തുണിയാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 വാങ്ങി. പിന്നെ ആവിക്കുട്ടിക്ക് 2-3 ടവല്, സ്കൂളിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ അവിടെയും കിട്ടും, എന്നാലും അതും കൂടി വേണമല്ലോ. പിന്നെ ഇത് 199 രൂപയ്ക്ക് ഒരു മാക്സി, എന്താണ് ഇതിൻ്റെ പേര്, ഫ്രോക്ക് നൈറ്റ് കേട്ടോ. ഞാൻ കുറേ നാളെ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അവിടെ ഈ ഒരു 199 രൂപയ്ക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ലാഭമായിട്ട് തോന്നി. നല്ല തുണിയായിരുന്നു കേട്ടോ. അളക്കി നോക്കിയില്ല, എന്നാലും നല്ല കോട്ടൻ്റെ അജ്രക്കിൻ്റെ ആ ഒരു മോഡൽ നൈറ്റ് ഫ്രോക്ക്, എന്താണ് ഫ്രോക്ക് നൈറ്റ്, എന്തായിരുന്നു ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ആമിക്കുട്ടിക്ക് ഒരു ചെറിയൊരു പാൻറ്റ്. എൻ്റെ ബഡ്ജറ്റ് ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തിനാ ഞാൻ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു ഷർട്ട് എടുത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എവിടെ നിന്ന് വാങ്ങിയതാണ്, മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 150 രൂപ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.